ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതല്ല, അതിനെ എങ്ങനെ നേരിടുന്നു എന്നതാണ് പ്രധാനം. ചെറിയൊരു വീഴ്ച സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു പരാജയം സംഭവിക്കുമ്പോൾ അത് പരാജയമായി അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പരാജയം പൂർത്തിയായി എന്ന് ഞാൻ പറയും. മറിച്ച് ആ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഒരവസരമായി കണ്ടുകൊണ്ട് മുന്നേറാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി തന്നെ മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. സുഹൃത്തുക്കളെ, എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ നിന്ന് ഒരു ടോപ്പിക്ക്, അതായത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം, അതാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ നിയമത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് തണ്ണീർത്തടമെന്നും അതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളും ഒക്കെ വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുക. അതുകൊണ്ട് ഇത് 2 ക്ലാസ്സുകളായിട്ടാണ് ഈ ടോപ്പിക്ക് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യ ക്ലാസ്സിൽ എന്താണ് തണ്ണീർത്തടമെന്നും ആ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ആവശ്യകത എന്താണെന്നും, എന്താണ് റംസാർ സൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ റംസാർ സൈറ്റിനെ കുറിച്ച്, കേരളത്തിലെ റംസാർ സൈറ്റിനെ കുറിച്ച് ഒക്കെ ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കോർ ഏരിയയിലേക്ക്, നമ്മൾ അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമ്മുടെ കോർ ഏരിയയായ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലേക്ക് കടക്കാം. അപ്പൊ എല്ലാം റെഡിയല്ലേ? ഏവർക്കും ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ചലഞ്ചർ ആപ്പിലെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. തണ്ണീർത്തട സംരക്ഷണത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ അടുത്ത ക്ലാസ്സിലാണ് പ്രധാനപ്പെട്ട ഏരിയയായ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണം നമ്മൾ പഠിക്കുന്നത്. ഇന്ന് എന്താണ് തണ്ണീർത്തടം എന്ന് നമുക്കൊന്ന് വിശദമായി പഠിക്കാം. വാട്ടർഷെഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് വെറ്റ്ലാൻഡ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് 1-2 പ്രധാന ചോദ്യങ്ങൾ, ആവർത്തിക്കപ്പെടുന്ന PSC ചോദ്യ പേപ്പറിൽ ആവർത്തിക്കപ്പെടുന്ന ചില ചോദ്യങ്ങൾ പറഞ്ഞതിന് ശേഷം തണ്ണീർത്തടത്തിലേക്ക് നമുക്ക് വരാം. ഒന്ന്, ലോക ജലദിനം. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, അതൊരു പ്രീവിയസ് ചോദ്യമാണ്, ഒരുപാട് വർഷം ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്. വേൾഡ് വാട്ടർ ഡേ, ലോക ജലദിനം എന്ന് ചോദിച്ചാൽ അത് മാർച്ച് 22-ാം തീയതിയാണ്. മാർച്ച് 22. അതുപോലെ ഇന്ത്യൻ ദേശീയ ജലദിനം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഏപ്രിൽ 14-ാം തീയതി. ഏപ്രിൽ 14-ാം തീയതി എന്ന് പറയുമ്പോൾ ആരുടെ ജന്മദിനമാണ്? അംബേദ്കറുടെ ജന്മദിനമാണ്, അല്ലെ? അംബേദ്കർ ജയന്തിയായ ഏപ്രിൽ 14 നമ്മൾ എന്ത് ദിനമായി ആചരിക്കുന്നു? ഇന്ത്യൻ ദേശീയ ജലദിനമായി ആചരിക്കുന്നു. അപ്പൊ ആ 2 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കിട്ടിയില്ലേ? ലോക ജലദിനം മാർച്ച് 22, ഇന്ത്യൻ ദേശീയ ജലദിനം ഏപ്രിൽ 14. ഏപ്രിൽ 14 ആരുടെ ജന്മദിനമാണ്? ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനമാണ്. അത്രേ ഓർത്തുള്ളൂ. ഇനി എന്താണ് തണ്ണീർത്തടങ്ങൾ എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. തണ്ണീർത്തടങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന, പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് തണ്ണീർത്തടങ്ങൾ. തണ്ണീർത്തടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലം വരെ ജലസമൃദ്ധമായി കാണപ്പെടുന്ന പ്രദേശങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. കുറെ കൂടെ വ്യക്തമായി നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കാം. വർഷത്തിൽ 6 മാസമെങ്കിലും ജലത്താൽ ആവൃതമോ ജലനിർഭരമോ ആയതും തനതായ പാരിസ്ഥിതിക സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതുമായ പ്രദേശങ്ങളാണ്
തണ്ണീർത്തടങ്ങൾ. എങ്ങനെ? വർഷത്തിൽ 6 മാസമെങ്കിലും, പകുതി സമയമെങ്കിലും, അല്ലെ, വർഷത്തിൽ 6 മാസമെങ്കിലും ജലത്താൽ ആവൃതമോ ജലനിർഭരമോ ആയതും തനതായ പാരിസ്ഥിതിക സവിശേഷതകൾ ഉള്ളതുമായ പ്രദേശങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. നിങ്ങൾ ആദ്യം പറഞ്ഞ സെന്റൻസ് മനസ്സിലിട്ടുന്ന അവധി സിമ്പിൾ ആയിട്ട് ഓർക്കുക. ഭൂമിയുടെ ഉപരിതലത്തിൽ ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവികമായ ഇടങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഭൂമിയുടെ ഉപരിതലം വരെ ജലസമൃദ്ധമായ പ്രദേശങ്ങളാണ് തണ്ണീർത്തടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും തണ്ണീർത്തടം എന്ത് എന്ന് നിങ്ങൾ പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ മറ്റു നിയമത്തിലേക്കൊക്കെ നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പം നോക്കൂ, സ്വാഭാവിക ഇടങ്ങളാണ്, അല്ലാതെ നമ്മൾ കുറച്ച് മഴ പെയ്യുമ്പം വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമല്ല. ഉപരിതലത്തില് കുറച്ച് വെള്ളം കെട്ടി നിൽക്കുക. റോഡിലൊക്കെ നമ്മൾ നല്ല മഴ സീസണൊക്കെ വരുമ്പോ റോഡിലൊക്കെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കും. ഉടൻ നിങ്ങൾ പറയരുത് തണ്ണീർത്തടമാണ്, അത് ജലസമൃദ്ധമായി നിൽക്കുന്നതുകൊണ്ട് തണ്ണീർത്തടമാണെന്ന് പറയരുത്. അതായത് വർഷത്തിൽ 6 മാസമെങ്കിലും ജലത്താൽ ആവൃതമായിരിക്കണം. അതുപോലെ തന്നെ ജലനിർഭരമായിരിക്കണം. തനതായ പാരിസ്ഥിതിക സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തണ്ണീർത്തടത്തിനോടനുബന്ധിച്ച് തന്നെ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടും. ചെറിയ ചെറിയ ജീവജാലങ്ങള്, പക്ഷികള്, ഇതെല്ലാം കൂടി ചേർന്ന ഒരു ആവാസ വ്യവസ്ഥ, ഒരു പാരിസ്ഥിതികമായ ഒരു അവസ്ഥ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ വിളിക്കുന്നത് തണ്ണീർത്തടങ്ങൾ. ഉദാഹരണം കുളങ്ങള്, അരുവികള്, വയലുകൾ. വയലുകൾ എന്ന് പറയുമ്പോൾ നെൽവയലുകൾ എന്ന് പറയരുത്. നെൽവയൽ തണ്ണീർത്തടമല്ല, അത് പിന്നീട് നമ്മൾ പഠിക്കും. കുളങ്ങൾ, അരുവികൾ, വയലുകൾ, തടാകങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, കണ്ടൽ കാടുകൾ, ഇതെല്ലാം തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണമാണ്. കുളങ്ങൾ, അരുവികൾ, വയലുകൾ, തടാകങ്ങൾ, ചതുപ്പ് നിലങ്ങൾ, കണ്ടൽ കാടുകൾ, മരുപ്പച്ചകൾ, ഇങ്ങനെ ഒരുപാട് നമുക്ക് തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. അപ്പം ഭൗമോപരിതലത്തില് ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണത്. മനസ്സിലാകുന്നല്ലോ? ഇതിനെയാണ് നമ്മൾ തണ്ണീർത്തടങ്ങൾ എന്ന് പറയും, മറക്കാതിരിക്കുക. ഈ തണ്ണീർത്തടങ്ങൾ നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? തണ്ണീർത്തടങ്ങള് വാസ്തവത്തിൽ ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിന്റെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമാണ് തീർച്ചയായിട്ടും. കാരണം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയൊക്കെ നിലനിർത്തുന്നതിന് സഹായിക്കുന്നത് തണ്ണീർത്തടങ്ങളാണ്. തണ്ണീർത്തടങ്ങൾ ഇല്ല എങ്കിൽ അവിടെ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ ഏതൊക്കെയാണ് ആ സേവനങ്ങൾ? തണ്ണീർത്തടങ്ങൾ പ്രദാനം ചെയ്യുന്ന സേവനങ്ങൾ നോക്കൂ. കുളങ്ങള്, വയലുകള്, അതുപോലെ തന്നെ തോടുകള്, കൈത്തോടുകള്, ഇങ്ങനെയൊക്കെ ഉള്ള പ്രദേശങ്ങളില്ല എങ്കിൽ, ഇതൊന്നും ഇല്ല എങ്കിൽ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല, ഭൂഗർഭ ജലവിധാനം ഉയർത്താൻ കഴിയില്ല, കാലാവസ്ഥയുടെ ആഘാതം ലഘൂകരിക്കാൻ പറ്റില്ല, തീരദേശങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല, ജൈവ വൈവിധ്യ കലവറ നമുക്ക് നഷ്ടപ്പെടും, ശുദ്ധജലത്തിന്റെ ലഭ്യത പോലും നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയാതെയായി വരും. ഇനി കിട്ടുന്ന ജലത്തിന്റെ ഗുണനിലവാരം പോലും മെച്ചമല്ലാതായി മാറും. അപ്പൊ തണ്ണീർത്തടങ്ങൾ നൽകുന്ന സേവനം നോക്കൂ നിങ്ങള്. വെള്ളപ്പൊക്ക നിയന്ത്രണം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. തണ്ണീർത്തടങ്ങളൊന്നുമില്ല, കുളങ്ങളില്ല, വയലുകളില്ല, തോടുകളില്ല, കണ്ടൽക്കാടുകളില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു പ്രദേശത്ത് ഒരു മഴ പെയ്താൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ജലം അതിവേഗത്തിൽ കുത്തിയൊലിച്ച് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒഴുകി പോകും. അപ്പം വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പം വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? പ്രധാനമായിട്ട് തണ്ണീർത്തടങ്ങളാണ്. കാരണം മഴ പെയ്യുമ്പോൾ ആ മഴയെ മണ്ണിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് പല കുളങ്ങളായിട്ടും കൈത്തോടുകളായിട്ടും അതുപോലെ തന്നെ വയലുകളായിട്ടും ഒക്കെ ഇങ്ങനെ ജലത്തെ ഭൂഗർഭ ജലമാക്കി മാറ്റുന്നത് തണ്ണീർത്തടങ്ങളാണ്. അപ്പൊ വെള്ളപ്പൊക്ക നിയന്ത്രണം, അതുപോലെ തന്നെ ഭൂഗർഭ ജലവിധാന ഉയർത്തല്, ഇത് മണ്ണിലേക്ക് വലിച്ചെടുത്തിട്ട് ഭൂഗർഭ ജലമാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഭൂഗർഭ ജലം ഇല്ല എങ്കിൽ കുടിവെള്ളം പോലും നമുക്ക് ഭാവിയിൽ ഇല്ലാതെയായി മാറും. ഇപ്പൊ ആ ദുരന്തങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. കാരണം തണ്ണീർത്തടങ്ങൾ പലതും നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. തണ്ണീർത്തടങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ അത്യാഗ്രഹം കൊണ്ട്. അതിന്റെ ഫലമായിട്ട് ഭൂഗർഭ ജലം പോലും കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. കാലാവസ്ഥ ആഘാതം ലഘൂകരിക്കാനും തണ്ണീർത്തടങ്ങൾ സഹായിക്കുന്നു. കാലാവസ്ഥ ആഘാതം ലഘൂകരിക്കാൻ, തീരദേശങ്ങളെ സംരക്ഷിക്കാൻ,
ജൈവ വൈവിധ്യ കലവറ. ഞാൻ പറഞ്ഞല്ലോ, ഈ തണ്ണീർത്തടത്തോടനുബന്ധിച്ചൊരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു, അവിടെ ജീവജാലങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ജൈവ വൈവിധ്യമായിട്ടുള്ള ജീവജാലങ്ങള്, അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്താ പറയുന്നത്, മീനുകള്, ചെറിയ പറവകള് തുടങ്ങിയ അല്ലെങ്കിൽ ജലത്തിൽ വളരുന്ന മറ്റ് ജീവജാലങ്ങള്, ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോ ജൈവ വൈവിധ്യ കലവറ നമ്മുടെ മുമ്പിലേക്ക് ഈ തണ്ണീർത്തടങ്ങൾ പ്രദാനം ചെയ്യുന്നു. ശുദ്ധജലം ഉറപ്പുവരുത്തുന്നു. മണ്ണില് ഉപരിതലത്തിലേക്ക് വരുന്ന ജലത്തെ വലിച്ചെടുത്ത് ഭൂഗർഭ ജലമാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ എന്താണ്? അരിച്ചെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ശുദ്ധജലമാക്കി മാറ്റി ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലേക്ക് മാറ്റി കൊടുക്കുന്ന തണ്ണീർത്തടമാണ്. അങ്ങനെ വരുമ്പോൾ ജലത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനും തണ്ണീർത്തടങ്ങൾ സഹായിക്കുന്നു. ഒന്ന് ഓർത്തു വെച്ചോളുക ഇതെല്ലാം. നോക്കൂ, ഇനി നമ്മൾ പറയുന്നത് തണ്ണീർത്തടങ്ങള് മിക്കവാറുമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും തണ്ണീർത്തടങ്ങളുണ്ട്. തണ്ണീർത്തടം ഇല്ലാത്തൊരു ഭൂഖണ്ഡം ഏത് എന്ന് ചോദിച്ചാൽ അത് അന്റാർട്ടിക്കയാണ്. തണ്ണീർത്തടം ഇല്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? അന്റാർട്ടിക്ക. ഇനി തണ്ണീർത്തടങ്ങൾക്ക് നല്ലൊരു വിശേഷണമുണ്ട്, അത് പഠിക്കണം. തണ്ണീർത്തടങ്ങളെ ഭൂമിയുടെ വൃക്കകൾ എന്നാണ് അറിയപ്പെടുന്നത്. നല്ലൊരു വിശേഷണമാണ്. ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് ഏത്? തണ്ണീർത്തടങ്ങൾ. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ബയോളജിയൊക്കെ പഠിക്കുന്നവരാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ വൃക്ക ചെയ്യുന്ന ധർമ്മം എന്താണ് എന്ന് നിങ്ങൾ ഓർത്തു നോക്കൂ. നമ്മുടെ രക്തത്തിലേക്ക് ഉള്ള മാലിന്യങ്ങളെ ഒക്കെ തള്ളിക്കളഞ്ഞ് നമ്മുടെ ശരീരത്തിലെ ആ ദ്രവ അവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് ആരോഗ്യപ്രദമായി ജീവിക്കാൻ നമ്മളെ സഹായിക്കുകയാണ് വൃക്ക ചെയ്യുന്നത്, അല്ലെ? ശുദ്ധീകരിക്കുന്നു. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള ദ്രവ വ്യവസ്ഥയെ ശുദ്ധീകരിച്ച് അശുദ്ധമായതെല്ലാം പുറത്തു കളഞ്ഞ് അങ്ങനെ നമ്മുടെ ആരോഗ്യം നമുക്ക് പ്രദാനം ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു അവയവമാണ് വൃക്ക എന്ന് പറയുന്നത്. നിങ്ങൾ തണ്ണീർത്തടത്തിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. തണ്ണീർത്തടം ഭൂമിയുടെ വൃക്കകൾ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന ജലത്തെ വലിച്ചെടുത്ത് അരിച്ച് ശുദ്ധജലമാക്കി ആവാസ വ്യവസ്ഥയ്ക്ക് പ്രദാനം ചെയ്തു കൊടുക്കുന്നത് തണ്ണീർത്തടമാണ്. അപ്പൊ തീർച്ചയായിട്ടും വളരെ ആപ്റ്റായിട്ടുള്ള ഒരു വിശേഷണമല്ലേ ഇത്? ഭൂമിയുടെ വൃക്കകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്ന ജലത്തെ മണ്ണിലേക്ക് വലിച്ചെടുത്ത് അത് ശുദ്ധീകരിച്ച് ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമാക്കി നൽകുക എന്ന അതിപ്രധാനപ്പെട്ട ധർമ്മമാണ് തണ്ണീർത്തടങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തണ്ണീർത്തടങ്ങളെ ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നു. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പൊ തണ്ണീർത്തടം എന്നാൽ എന്ത് എന്നതും തണ്ണീർത്തടത്തിന്റെ പ്രത്യേകത എന്താണെന്നും അതിന്റെ ഒരു വിശേഷണവും നമ്മൾ പഠിച്ചു. ക്ലിയർ ആക്കി പോകണം കേട്ടോ. ഇനി നോക്കൂ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ലോക തണ്ണീർത്തട ദിനം. ലോക തണ്ണീർത്തട ദിനം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഫെബ്രുവരി 1-ാം തീയതി. സുഹൃത്തുക്കളെ, ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറഞ്ഞ ടോപ്പിക്കിന് മുമ്പ് ഞാൻ ഈ ടോപ്പിക് എടുക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ, ആ കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കുമ്പോൾ ആ നിയമമേ നമ്മൾ പഠിക്കുള്ളൂ. ഈ പറയുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നും അവിടെ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ആ നിയമത്തിലേക്ക് പോയാൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ലോക തണ്ണീർത്തട ദിനം എന്നാണെന്ന് പഠിക്കുക. വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2-ാം തീയതി. ഫെബ്രുവരി 2-ാം തീയതി എന്തുകൊണ്ടാണ് ലോക തണ്ണീർത്തട ദിനമായി നമ്മൾ ആചരിക്കുന്നത്? അന്നാണ് റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത്. പുതിയൊരു വാക്ക് വരികയാണ് അല്ലെ, റംസാർ ഉടമ്പടി. എന്താണ് നമ്മൾ ഉടനെ പറയാൻ പോവുകയാണ്. അപ്പൊ റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി 2-ാം തീയതി. റംസാർ ഉടമ്പടി എന്താണെന്ന് ഞാൻ ഉടനെ പറയാം കേട്ടോ. അത് നമുക്ക് ഇപ്പൊ തന്നെ പറയാം. ഇപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ ഓർമ്മിച്ചോളൂ. ലോക തണ്ണീർത്തട ദിനമായി നമ്മൾ ആചരിക്കുന്നത് ഫെബ്രുവരി 2-ാം തീയതി. ഇനി റംസാർ ഉടമ്പടി ഒപ്പുവെച്ച ദിവസമാണ് 1971 ഫെബ്രുവരി 2-ാം തീയതി. ക്ലിയർ ആയല്ലോ? ഇനി ഇടയ്ക്ക് ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണ്? പരീക്ഷയ്ക്ക് ചോദിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം പാൻഡനൽ തണ്ണീർത്തടമാണ്. പാൻഡനൽ എവിടെയാണ്?
സൗത്ത് അമേരിക്കയിലുള്ളതാണ്. സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്കയിലുള്ള പാൻഡനൽ എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം എന്ന് പറയുന്നത്. അത് 3 രാജ്യങ്ങളിലായി, തെക്കേ അമേരിക്കയിലെ 3 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഏതൊക്കെ? ബ്രസീൽ, ബൊളീവിയ, പരാഗ്വേ എന്നീ രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പാൻഡനലാണ് ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം. അപ്പൊ എന്താണ്? ലോക തണ്ണീർത്തട ദിനമെന്നാണ് ഫെബ്രുവരി 2-ാം തീയതി. എന്തുകൊണ്ടാണ് ഫെബ്രുവരി 2-ാം തീയതി ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്? അന്നാണ് റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത്. അപ്പൊ റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത് എന്നാണ്? 1971 ഫെബ്രുവരി 2-ാം തീയതി. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏതാണ്? പാൻഡനൽ തണ്ണീർത്തടമാണ്. അത് സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്കയിലാണ്. ബ്രസീൽ, ബൊളീവിയ, പരാഗ്വേ എന്നീ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു തണ്ണീർത്തടമാണ് ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം എന്ന് ഓർമ്മിച്ചോളുക. ഇനി എന്താണ് റംസാർ ഉടമ്പടി എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു 1971 ഫെബ്രുവരി 2-ാം തീയതി റംസാർ ഉടമ്പടി ഒപ്പുവെച്ചു എന്ന് പറഞ്ഞു. എന്താണ് ഈ റംസാർ ഉടമ്പടി എന്ന് പറഞ്ഞാൽ? തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനും തണ്ണീർത്തട വിഭവങ്ങളുടെ വിവേകപൂർണമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഒരു ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. ലോകത്ത് തണ്ണീർത്തടങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം, തണ്ണീർത്തട വിഭവങ്ങളെ എങ്ങനെ വിവേകപൂർണമായി വിനിയോഗിക്കാം എന്ന് ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടി ഒരു ഉച്ചകോടി സമ്മേളനം നടത്തി ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. 1971 ഫെബ്രുവരി 2-ാം തീയതി. എവിടെ വച്ചാണ്? ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്തുള്ള റംസാറിൽ വെച്ചാണ് ഈ ഉടമ്പടി നടന്നത്. ആ സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ റംസാർ. എവിടെയാണ്? ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്തുള്ള റംസാർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ ഉച്ചകോടി സമ്മേളനം നടന്നത്. അവിടെ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി ആയതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത് റംസാർ ഉടമ്പടി. ഇപ്പൊ മനസ്സിലായോ? അതായത് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനും തണ്ണീർത്തട വിഭവങ്ങളുടെ വിവേകപൂർണമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയുടെ പേരാണ് റംസാർ ഉടമ്പടി. എന്തുകൊണ്ട് ആ പേര് വന്നു എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി ഒപ്പുവയ്ക്കുന്നതിന് വേണ്ടി ഒരു ഉച്ചകോടി സമ്മേളനം നടന്ന സ്ഥലമാണ് റംസാർ. അത് എവിടെയാണ് റംസാർ? ഇറാനിലാണ്. ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്തുള്ള റംസാറിൽ വെച്ചാണ് ഈ ഉച്ചകോടി സമ്മേളനം നടന്ന് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? റംസാർ ഉടമ്പടി. ആ ഉടമ്പടി ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി 2-ാം തീയതി ആയതുകൊണ്ട് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി നമ്മൾ ആചരിക്കുന്നു. ഓക്കെ ആണല്ലോ? റംസാർ ഉടമ്പടി ഒപ്പുവെച്ചത് 1971 ഫെബ്രുവരി 2. പക്ഷെ റംസാർ ഉടമ്പടി നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1975 ഡിസംബർ മാസം 21-ാം തീയതി. 75 ഡിസംബർ മാസം 21-ാം തീയതി. അപ്പൊ റംസാർ ഉടമ്പടിയുടെ ജൂബിലി ആഘോഷം എന്താണ്? ജൂബിലി ആഘോഷം എന്ന് പറഞ്ഞാൽ 50-ാം വാർഷിക ആഘോഷം, സിൽവർ ജൂബിലി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അപ്പോ നോക്കൂ, റംസാർ ഉടമ്പടിയുടെ 50-ാം വാർഷികം ആഘോഷിച്ചത് എന്ന് 71-ലാണ് ഉടമ്പടി ഒപ്പുവെച്ചത്. അപ്പൊ 2021 ആയപ്പോഴാണ് 50 വർഷമാകുന്നത്. അപ്പൊ 2021-ലാണ് റംസാർ ഉടമ്പടിയുടെ 50-ാം വാർഷികം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇതിന്റെ സിൽവർ ജൂബിലി ആഘോഷം നടന്നത്. അപ്പൊ റംസാർ ഉടമ്പടിയുടെ സിൽവർ ജൂബിലി അഥവാ 50-ാം വാർഷികം ആഘോഷം നടന്നത് എന്നാണെന്ന് ചോദിച്ചാല് 2021-ലാണ്. ചോദിച്ചത് ഒരു ചോദ്യമാണ് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ഓർത്തുകൊള്ളുക. ഇന്ത്യയിൽ എന്നാണ് റംസാർ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നത്? 1971 ഫെബ്രുവരി 1 റംസാർ ഉടമ്പടി ഒപ്പുവെച്ചു. പക്ഷെ ഇന്ത്യയിൽ ഈ ഉടമ്പടി പ്രാവർത്തികമായത് 1982 ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ്. 1982 ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് ഇന്ത്യയിൽ റംസാർ ഉടമ്പടി പ്രാവർത്തികമായത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് നോക്കാം. ഈ നമുക്കറിയാലോ ഈ ഫെബ്രുവരി 2-ാം തീയതി ലോക തണ്ണീർത്തട ദിനമാണ്. ഈ അന്താരാഷ്ട്ര തലത്തിൽ ആഘോഷിക്കപ്പെടുന്ന ദിനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തീം ഉണ്ടാകും.
ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഇപ്പൊ 2024 വനിതാ ദിന പ്രമേയം എന്ത് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആ ദിനത്തിനൊരു പ്രമേയം ഉണ്ടാകും. ഇൻവെസ്റ്റ് ഇൻ വിമൺ എന്താണ് ഈ സ്ത്രീകളിൽ നിക്ഷേപിക്കുക, പുരോഗതി ത്വരിതപ്പെടുത്തുക എന്ന് പറയുന്ന 2024 വനിതാ ദിന പ്രമേയമാണ് മാർച്ച് 8-ാം തീയതിയുള്ള. അതുപോലെ ഓരോ ദിനം ആഘോഷിക്കുമ്പോ ആ ലോക ദിനത്തിനോടനുബന്ധിച്ച് അതാത് വർഷത്തേക്ക് പ്രത്യേകിച്ച് ഓരോ പ്രമേയങ്ങൾ ഉണ്ടാകും. അപ്പൊ 2024 റംസാർ അല്ലെങ്കിൽ 2024 തണ്ണീർത്തട ദിന ഉടമ്പടി എന്നാണ്. ഫെബ്രുവരി 2 ഉടമ്പടിയിലെ പ്രമേയം 2024 തണ്ണീർത്തട ദിന പ്രമേയം എന്ത് എന്ന് ചോദിച്ചാൽ തണ്ണീർത്തടങ്ങളും മനുഷ്യന്റെ സുസ്ഥിതിയും, തണ്ണീർത്തടങ്ങളും മനുഷ്യന്റെ സുസ്ഥിതിയും എന്നാണ്. അതായത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്, വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്, വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ തണ്ണീർത്തടങ്ങളും മനുഷ്യന്റെ സുസ്ഥിതിയും എന്നാണ് 2024 ഫെബ്രുവരി 2 പ്രമേയം. എന്നാൽ തൊട്ടു മുമ്പലത്തെ വർഷം, കഴിഞ്ഞ വർഷത്തെ 2003 പ്രമേയം കൂടി നിങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നന്നായിരിക്കും. അത് വേണമെങ്കിൽ ചോദിക്കാം. തണ്ണീർത്തടങ്ങളെ വീണ്ടെടുക്കാം, വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ, അതായത് തണ്ണീർത്തടങ്ങളെ വീണ്ടെടുക്കാം എന്നതായിരുന്നു 2023 ലോക തണ്ണീർത്തട ദിനത്തിലെ പ്രമേയം. അപ്പൊ തണ്ണീർത്തട ദിനം എന്ന് പറയുമ്പോൾ ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2-ാം തീയതിയാണ്. ആ ഫെബ്രുവരി 2-ാം തീയതിയുടെ അല്ലെങ്കിൽ ലോക തണ്ണീർത്തട 2024 പ്രമേയം എന്തെന്ന് വെച്ചാൽ തണ്ണീർത്തടങ്ങളും മനുഷ്യന്റെ സുസ്ഥിതിയും, വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. 2023 തണ്ണീർത്തട ദിന പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ തണ്ണീർത്തടങ്ങളെ വീണ്ടെടുക്കാം, വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നാണ് ആ പ്രമേയം. അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചുകൊള്ളുക. ഇനി ഈ റംസാർ ഉടമ്പടി പ്രകാരം 1971 ഒപ്പുവയ്ക്കുകയും 75 നിലവിൽ വരികയും ചെയ്ത റംസാർ ഉടമ്പടി പ്രകാരം തണ്ണീർത്തടങ്ങളെ 3ആയി തരംതിരിക്കുന്നു. ലോക തണ്ണീർത്തടങ്ങളെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സമുദ്രതീരത്തുള്ള തണ്ണീർത്തടങ്ങൾ, ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ, മനുഷ്യനിർമ്മിതമായ തണ്ണീർത്തടങ്ങൾ. മനുഷ്യനിർമ്മിതമെന്ന് പറയുമ്പോൾ ഈ കനാലുകൾ പോലെയൊക്കെ മനുഷ്യൻ നിർമ്മിക്കുന്ന കനാലുകളൊക്കെ ഉണ്ടല്ലോ, അതും തണ്ണീർത്തടമായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ സമുദ്രതീരത്തുള്ള തണ്ണീർത്തടങ്ങൾ, ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ, മനുഷ്യനിർമ്മിതമായ തണ്ണീർത്തടങ്ങൾ എന്നിങ്ങനെ 3 രീതിയിലുള്ള തണ്ണീർത്തടങ്ങളുണ്ട്. ഇനി അടുത്തൊരു ടേമും കൂടി നിങ്ങൾ പഠിക്കുക. റംസാർ സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കണേ. റംസാർ സൈറ്റുകൾ എന്താണ്? റംസാർ സൈറ്റുകൾ എന്ന് പറഞ്ഞാല് അന്താരാഷ്ട്ര സഹകരണത്തോടെ സംരക്ഷിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങളാണ് റംസാർ സൈറ്റുകൾ. അന്താരാഷ്ട്ര സഹകരണത്തോടെ സംരക്ഷിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങളാണ് റംസാർ സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെയൊക്കെ തണ്ണീർത്തടങ്ങളെ അന്താരാഷ്ട്ര സഹകരണത്തോടുകൂടി സംരക്ഷിക്കുന്നുവോ അതെല്ലാം നമ്മൾ റംസാർ സൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ മനസ്സിലാക്കുക, എല്ലാ തണ്ണീർത്തടങ്ങളും റംസാർ സൈറ്റുകളാകുന്നില്ല. അന്താരാഷ്ട്ര സഹകരണത്തോടെ സംരക്ഷിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങളെയാണ് റംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ പല രാജ്യങ്ങളിലും റംസാർ സൈറ്റുകളുണ്ട്, അത് അംഗീകരിക്കപ്പെടണം. റംസാർ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടി പ്രകാരം അംഗീകരിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങളെ റംസാർ സൈറ്റുകൾ എന്ന് പറയാൻ കഴിയുള്ളൂ. അന്താരാഷ്ട്ര സഹകരണത്തോടുകൂടി സംരക്ഷിക്കപ്പെടുന്ന തണ്ണീർത്തടങ്ങളാണ് റംസാർ സൈറ്റുകൾ. അപ്പൊ റംസാർ പട്ടികയുണ്ട്. റംസാർ സൈറ്റുകളെല്ലാം രേഖപ്പെടുത്തുന്ന ഒരു പട്ടികയുണ്ട്, റംസാർ പട്ടിക. ആ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ സ്ഥലം ഏതാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ആദ്യത്തെ റംസാർ സൈറ്റ് ഏതാണ്? കോബർഗ് പെനിൻസുലയാണ് ലോകത്തിലെ ഫസ്റ്റ് റംസാർ സൈറ്റ്. ലോകത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ റംസാർ സൈറ്റുകളുടെ പട്ടികയിൽ ആദ്യമായി ഇടം നേടിയ സ്ഥലം കോബർഗ് പെനിൻസുല, ഓസ്ട്രേലിയയിലാണ്. 1974 മെയ് 8-ാം തീയതിയാണ്. 71 ഉടമ്പടി ഒപ്പുവെച്ചു. 74 മെയ് 8-ാം തീയതിയാണ് ആദ്യമായിട്ട് റംസാർ സൈറ്റ് ആദ്യത്തെ പേരായിട്ട് പട്ടികയിൽ ഉൾപ്പെട്ടത്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ റംസാർ സൈറ്റ് ഏതാണ്? കോബർഗ് പെനിൻസുല, ഓസ്ട്രേലിയ. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള രാജ്യം ഏതെന്ന് വെച്ചാൽ UK ആണ്, ബ്രിട്ടൻ, യുണൈറ്റഡ് കിങ്ഡം.
ലോകത്തിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റ് ഉള്ള രാജ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റ് ഉള്ള രാജ്യം നിലവില് തമിഴ്നാട്. നേരത്തെ അത് UP ആയിരുന്നു. അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് കാരണം ഈ റംസാർ സൈറ്റുകൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും, പുതുതായിട്ട് പട്ടികയിൽ ഉൾപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ മാറി മാറി വരും. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. നിലവില് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റ് ഉള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ്. 16 റംസാർ സൈറ്റുകളാണ് തമിഴ്നാട്. അതായത് തമിഴ്നാട്ടിൽ ഒരു 16 തണ്ണീർത്തടങ്ങള് ഈ റംസാർ സൈറ്റിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് എന്റെ അർത്ഥം. അന്താരാഷ്ട്ര സഹകരണത്തോടെ സംരക്ഷിക്കപ്പെടുന്നു ആ തണ്ണീർത്തടങ്ങളും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റ് ഉള്ളത് ഇപ്പം തമിഴ്നാടെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്? ആദ്യമായിട്ട് 2 റംസാർ സൈറ്റുകളാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ടത്. ചിൽക്ക, ഒഡീഷയിലെ ചിൽക്കയും കിയോലാഡിയോ നാഷണൽ പാർക്കും. കിയോലാഡിയോ നാഷണൽ പാർക്ക് രാജസ്ഥാനിലെ കിയോലാഡിയോ നാഷണൽ പാർക്കും അതുപോലെ തന്നെ ഒഡീഷയിലെ ചിൽക്കയുമാണ് ആദ്യ റംസാർ സൈറ്റുകൾ. ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ സുന്ദർബൻസ്, പശ്ചിമ ബംഗാളിലെ സുന്ദർബൻസ് ആണ്. ഏറ്റവും ചെറുതോ? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് രേണുകയാണ്. രേണുക എന്ന് പറയുന്ന ഒരു തടാകം, രേണുക റംസാർ സൈറ്റ് ആണ്. അത് ഹിമാചൽ പ്രദേശാണ്. ഏറ്റവും വലുത് സുന്ദർബൻസ് വെസ്റ്റ് ബംഗാള്, ഏറ്റവും ചെറുത് ഹിമാചൽ പ്രദേശിലെ രേണുക ആണ് എന്ന് ഓർമ്മിച്ചോളുക. ഇനി വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഇന്ത്യയിൽ എന്നാണ് തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്? 2017 വാസ്തവത്തില് ആദ്യമായിട്ട് നിയമം വരുന്നത് 2010 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലാണ് ഈ നിയമം വരുന്നത്. നിങ്ങൾക്കറിയാം. 2010 ആദ്യം വന്നത്. നിലവില് ഇന്ത്യയിലെ തണ്ണീർത്തട സംരക്ഷണ നിയമം ഉള്ളത് 2017 നിയമമാണ്. ആദ്യം 2010 വന്നു, പിന്നെ അതിനെ മാറ്റി 2017 തണ്ണീർത്തട സംരക്ഷണ നിയമം, നിലവിലെ തണ്ണീർത്തട സംരക്ഷണ നിയമം 2017. ഇനി കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നു. നമ്മുടെ അടുത്ത ക്ലാസ് ആണ് ഈ ടോപ്പിക്ക്. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നമ്മൾ വിശദമായി പഠിക്കും. എങ്കിലും നിങ്ങൾ ഓർത്തുകൊള്ളുക, ഈ ഒരു ചോദ്യം കൂടെ ഇവിടെ പഠിച്ചോളുക. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് മാസം 11 ഒരുപാട് തവണ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ക്ലാസ്സിൽ ഇത് വിശദമായി നമ്മൾ പഠിക്കും. ഇപ്പൊ ഈ ഡേറ്റ് മാത്രം ഓർമ്മിച്ചു വെച്ചോളുക. 2008 ഓഗസ്റ്റ് 11 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ആ നിയമം ഭേദഗതി ചെയ്തത് 2018 ഓർക്കാൻ വളരെ എളുപ്പമല്ലേ? 2008 നിയമം വന്നു, 2018 10 വർഷമായപ്പോ അതിനൊരു ഭേദഗതി വന്നു. ഇനി കേരളത്തിലെ റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്? കേരളത്തില് നിലവിൽ അംഗീകരിച്ചിട്ടുള്ളത് 3 റംസാർ സൈറ്റുകളാണ്. അന്താരാഷ്ട്ര സഹകരണത്തോടുകൂടി റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ 3 പ്രദേശങ്ങളാണ് വേമ്പനാട്ട് കായല്, അഷ്ടമുടി കായല്, ശാസ്താംകോട്ട കായല്. വേമ്പനാട്ട് കായല്, അഷ്ടമുടി കായല്, ശാസ്താംകോട്ട കായല്, ഇതാണ് കേരളത്തിലെ റംസാർ സൈറ്റുകൾ. ഈ 3 റംസാർ പദവി ലഭിച്ചത് 2002 2002 ഈ നമ്മുടെ വേമ്പനാട്ട് കോൾ നിലം എന്നൊക്കെ നമ്മൾ പറയും. വേമ്പനാട്ട് കായല്, അഷ്ടമുടി കായല്, ശാസ്താംകോട്ട കായല്, ഇതിനൊക്കെ റംസാർ പദവി ലഭിച്ചത് 2002 ഇനി കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതെന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കോൾ നിലമാണ്. വേമ്പനാട്ട് കോൾ നിലമാണ് കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ്. ഇനി കേരളത്തിൽ തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് അഷ്ടമുടി കായലാണ്. തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലുകൾ ഏതൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ജിയോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വേമ്പനാട്ട് കായല്, അത് കഴിഞ്ഞാൽ അഷ്ടമുടി കായല്, പിന്നെ കണ്ണൂരിലെ കവായി കായല്, അല്ലെ? അപ്പം വേമ്പനാട്ട് കായല്, അഷ്ടമുടി കായല്, കവായി കായല്, ഇതൊക്കെയാണ് ഏറ്റവും വലിയ കായലുകൾ കേരളത്തിലെ. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നോ കായലുകളുടെ രാജ്ഞി എന്നോ വിളിക്കുന്നത് ആരെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. അതിനെയാണ് കായലുകളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നത്.
കേരളത്തിലെ കായലുകളുടെ രാജ്ഞി ആരാണ്? ശാസ്താംകോട്ട കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ. ഇനി നോക്കൂ, കേരളത്തില് വേമ്പനാട്ട് കായല്, നമ്മളിപ്പോ പറഞ്ഞല്ലോ നേരത്തെ, കേരളത്തില് വേമ്പനാട്ട് കായല്, അഷ്ടമുടി കായല്, ശാസ്താംകോട്ട കായൽ, ഇങ്ങനെ 3 റംസാർ സൈറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ 2002 ഇത് അംഗീകരിച്ചെന്ന് പറഞ്ഞു. അപ്പോഴും മുതൽ തന്നെ റംസാർ പദവിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കായൽ കൂടിയുണ്ട് കേരളത്തില്. ഏതൊക്കെയാണെന്നറിയാമോ? കാട്ടാമ്പള്ളിയും കവ്വായിയും. കാട്ടാമ്പള്ളിയും കവ്വായിയും. നമുക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കാം. റംസാർ സൈറ്റ് പദവി പ്രതീക്ഷിക്കുന്ന കേരളത്തിലെ 2 കായലുകൾ. വാസ്തവത്തില് ഇതിന് 2002 തന്നെ ഇതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന് റംസാർ പദവി ലഭിക്കുന്നതിന് വേണ്ടി പരിസ്ഥിതി മന്ത്രാലയത്തിന്റെയൊക്കെ ഒരു സർവേ ഒക്കെ നടന്നു കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ അത് നീളുന്നു. അത് നമുക്ക് ഇതുവരെ റംസാർ പദവി ലഭിച്ചിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടും റംസാർ പദവി ലഭിക്കാൻ അർഹതയുള്ള 2 കായൽ കൂടിയാണ് കാട്ടാമ്പള്ളിയും അതുപോലെ തന്നെ കവ്വായിയും. രണ്ടും എവിടെയാണെന്നറിയാം. അത് നമ്മുടെ കണ്ണൂരിലാണ് എന്നറിയാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചത് നമ്മുടെ റംസാർ സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് റംസാർ ഉടമ്പടി, എന്താണ് തണ്ണീർത്തടങ്ങള്, ആദ്യത്തെ തണ്ണീർത്തടം ഏത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏത്, കേരളത്തിലെ റംസാർ സൈറ്റുകൾ ഏത്, ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആ പക്ക ടോപ്പിക് വരുന്നത് അടുത്ത ക്ലാസ് ആണ്. അതിനുവേണ്ടി കാത്തിരിക്കുക. പക്ഷെ ആ ക്ലാസ് കാണുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണണം. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണം നിയമം എന്ന് പറയുന്ന ആ നിയമത്തിലേക്ക് കടക്കാം. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും എന്ന് ശുഭപ്രതീക്ഷയോടുകൂടി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടിയും ഞാൻ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.